ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അനുപമേനെയും അതുപോലെ തന്നെ കാവ്യനെയാണ്. അപ്പോൾ കാവ്യ കല്ലി പൂണ്ട് വീട്ടിൽ വന്നിട്ട് നന്ദിനി ആൻറ്റി അന്വേഷിച്ച് നേരെ പോവാണ് കേട്ടോ. എനിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന അർജുനെ വേറൊരു കാമുകിയുണ്ട്, അത് തന്നെ എൻ്റെ പ്രശ്നം എന്ന് പറയണം. എന്തേ പരിഹാരം കണ്ടെത്തി തരാൻ പറ്റുമോ ചേച്ചിക്ക് എന്ന് ചോദിക്കുകയാണ് അനുപമയോട്. ഓ, അപ്പോ അതാണ് ഈ ദേഷ്യത്തിന് കാരണം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കാമുകി എന്ന് ചോദിച്ചപ്പോ കാമുകി എന്ന് പറഞ്ഞ അർജുൻ പ്രേമിക്കുന്ന പെണ്ണ്, അങ്ങനെ പറഞ്ഞാല് അർജുന്റെ പെണ്ണും പുള്ള. ചേച്ചി വെറുതെ ആലോചിച്ച് തലവ് വയ്ക്കണ്ട. വേറെ ആരുമല്ല, ചേച്ചിയുടെ അനിയത്തി തന്നെയാ, അതെ, അഞ്ജലി ശിവരാമകൃഷ്ണൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് അനുപമയ്ക്ക് വല്ലാത്തൊരു ഷോക്കായി പോയി കേട്ടോ. എന്തേ ചേച്ചി ഞെട്ടിയോ എന്ന് ചോദിച്ചു. എങ്കിൽ ചേച്ചിക്ക് തെളിവ് വേണോ? തെളിവ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് ഇതൊക്കെ കണ്ടേ അനുപമേനെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അനുപമ ഒന്ന് ഞെട്ടി തരിച്ചു പോയി എന്നുള്ളതാണ് സത്യം. ആള് ആദ്യം തന്നെ പേടിച്ചു പോയിരുന്നു ആ ഒരു കാര്യം ഓർത്തിട്ട്. അപ്പോ ചേട്ടന്റെ പൊന്നാരനിയനെ എത്രയും വേഗം പെണ്ണ് കെട്ടിച്ചു വിടുന്നതാ അനിയനും അനിയന്റെ കുടുംബക്കാർക്കും നല്ലത് എന്ന് പറയണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു പാവപ്പെട്ട വീട്ടിലെ പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ അതിലും പാവപ്പെട്ട ഒരു പെൺകുട്ടിയാ എന്ന് അഞ്ജലി പണ്ട് ഫോണിൽ സംസാരിച്ചത് അനുപമ കേട്ടിരുന്നു. അപ്പൊ അഞ്ജലി ആണല്ലോ എന്നുള്ള കാര്യം ഇപ്പോഴാണ് കൺഫേം ആയത് കേട്ടോ. അപ്പൊ അനുപമ ഇതിങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കാണ്. അതൊരു ഷോക്കായി പോയി അഞ്ജലി എന്നുള്ള കാര്യം. ഒരിക്കലും താൻ അഞ്ജലിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അനുപമയ്ക്ക് കഴിയില്ല. കുറച്ച് നാളായി രണ്ടെണ്ണം കൂടി എന്നെ പൊട്ടിയാക്കാൻ ഇറങ്ങിയിട്ട് ഇന്ന് രണ്ടും കൂടി കോഫി ഷോപ്പില് എന്റെ മുന്നിൽ തന്നെ വന്ന് പെറ്റു. എന്തൊരു പ്രണയമായിരുന്നു രണ്ടുപേരും തമ്മില്. ഒരുമാതിരി സിനിമയിൽ കാണുന്നത് പോലെ കളിയും ചിരിയും കാപ്പികുടിയും കൊഞ്ചലും കൊഴയലും. എന്റെ പൊന്നോ ബ്ലഡി, എനിക്ക് പറ്റുന്നില്ല. ദേ, വീട്ടില് കെട്ടി കൂടെ ഇരുത്താൻ ഒരുത്തി, പുറത്ത് ചുറ്റിക്കറങ്ങാൻ മറ്റൊരുത്തി. അർജുൻ സാറിന്റെ ഉദ്ദേശം ചിലപ്പോ അതായിരിക്കും. അല്ല, ഈ അഞ്ജലിയല്ല, അഡ്വക്കേറ്റ് അഞ്ജലി, അത് തന്നെയാ ശംഖുചക്രത്തിന്റെയും പനക്കൽ കുടുംബത്തിന്റെയും അടിപേരിറക്കാൻ നടക്കുന്ന അഡ്വക്കേറ്റ് അഞ്ജലി തന്നെയാ അർജുന്റെ കാമുകി എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പോ ചിലപ്പോ തനിക്ക് പിന്നാലെ അനുജത്തിയും ഈ വീട്ടിൽ കയറ്റാനായിട്ട് ചേച്ചിക്ക് ചിലപ്പോ താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും എന്ന് എനിക്കും അറിയാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഈ കാര്യത്തിൽ ചേച്ചിയോട് എനിക്ക് ഒന്നും പറയാനില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ഓഹോ, അപ്പോ അതാണ് നിന്റെ മനസ്സില് അല്ലേ? എങ്കിൽ എന്ന് ഞാൻ പറയുന്നത് കൂടി നീ ഒന്ന് ക്ഷമയോട് കേക്ക്. നീ ഇപ്പൊ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് ടൗൺ ഹാളിൽ പോയി നന്ദിനി ആന്റിയെ കണ്ട് സംസാരിച്ച നീ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും എന്ന് നീ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്താ മാക്സിമ പോയ, അയ്യോ മോളെ അർജുന അങ്ങനെയൊന്നുമില്ല, ഈ കെട്ട് തീരുമാനിച്ചത് ഞങ്ങളാണെങ്കിൽ നടത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞ പിന്നെയും അവര് നിന്നെ കബളിപ്പിക്കും. നാടൻ മലയാളത്തിൽ പറഞ്ഞ ഭംഗിയായിട്ട് നിന്നെ തേച്ചൊട്ടിക്കും. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം പറ? ഞാൻ ഇതൊക്കെ കണ്ട് സഹിക്കണോ? ഇതൊക്കെ കണ്ടിട്ട് അത് നീ പറഞ്ഞത് ചോദ്യം. ദേ ഉത്തരം നോ, യു ആർ നോട്ട് എ മാൻ. മനസ്സിലായോ? കാരണം ഈ കാര്യത്തിൽ നിന്നെ ആർക്കെങ്കിലും സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഈ അനുപമയ്ക്ക് മാത്രമായിരിക്കും. അത് നീ മനസ്സിലാക്കണം. പിന്നെ നീ പറഞ്ഞില്ലേ എന്റെ പുന്നാര പെങ്ങളാണ് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന്. ശരിയാണ്, പക്ഷേ നോ, നെവർ എന്നുകൂടി ഞാൻ ആ കൂട്ടത്തിൽ പറയേണ്ടി വരും. ജന്മം കൊണ്ട് മാത്രം അവൾ എൻ്റെ അനിയത്തിയായിരിക്കും. ആ ബന്ധവും അച്ഛനമ്മമാരുടെ ബന്ധവും വിട്ടെറിഞ്ഞ് നശിച്ച വീട്ടിൽ നിന്ന് ഇവിടെ ഈ ശംഖുചക്രത്തിൽ വന്നു കയറിയവള ഇതേ ഈ നിൽക്കുന്ന അനുപമ. മനസ്സിലായോ? അവരെന്നെ ബന്ധുക്കളല്ല, ശത്രുക്കൾ മാത്രമാണ്. അവരെന്നെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ കാവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ശത്രുത കൊണ്ട് മാത്രമാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവൾ അടിച്ചു മാറ്റിയ ഹാർഡ് ഡിസ്ക് ഞാൻ ഇവിടെ ഈ വീട്ടിൽ അത് തിരിച്ചെത്തിച്ചതും അത് ഭദ്രമായി അങ്കിള് വഴി നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചെത്തിയതും. മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇനി പറ, നിനക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു. ചേച്ചി, അത് പിന്നെ ഞാന് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് വേണ്ട. ഓക്കെ, കൂടുതലൊന്നും നീ പറയണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം പറഞ്ഞാൽ മതി. കൃത്യമായി നീ മറുപടി പറയണം. എന്താ അത്? നിനക്ക് ഇപ്പോഴും അർജുനെ ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ആൾക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ടോ വന്നത്. അന്നേരം അർജുനിന് കേട്ടപ്പോ തന്നെ യെസ് യെസ് യെസ്, എനിക്ക് അവനില്ലാതെ പറ്റില്ല ചേച്ചി, പറ്റില്ല. ഐ ലവ് ഹെർ, ലോട്ട് ഓഫ് ഹെർ എന്നിങ്ങനെയൊക്കെ പറയാണ് കേട്ടോ.
അപ്പോൾ അതാണ് സത്യം. യെസ്, കറക്റ്റ്, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. നീ ഇനി അവിടെ ചെന്ന് ഒന്നും രണ്ടും പറഞ്ഞ് നന്ദിനിയോട് മുഷിയാന്നല്ലാതെ ഒന്നും നടക്കാൻ നീ പോകുന്നില്ല നീ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇതൊക്കെ നാളെ അറിഞ്ഞ അർജുൻ അവന്റെ സ്വഭാവത്തിന് അഞ്ജലിയെ വിളിച്ചുകൊണ്ട് പോയി സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി അവിടെ കല്യാണം രജിസ്റ്റർ ചെയ്യും. തടയാൻ പറ്റുമോ നമുക്ക്? നമ്മളെ കൊണ്ട് സാധിക്കുമോ അത് എന്നിങ്ങനെ ചോദിക്കാണ്. ഇതോട് കേട്ടപ്പോ കാവ്യ ആകെ വരണ്ടു പോയി എന്നുള്ളത് സത്യം. അതാ ഞാൻ പറയുന്നത്, സാവകാശം. ഇവിടെ ആവേശമല്ല പരിഹാരം, തന്ത്രമാണ് പരിഹാരം. ദേ, അതുകൊണ്ട് ഇനിയിപ്പൊ തന്ത്രം കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങള് കുതന്ത്രം കൊണ്ടും ചിലപ്പോൾ നേടാൻ സാധിക്കും, അതുറപ്പാ. ചേച്ചി പറയുന്നത് പൂർണ്ണമായും പറഞ്ഞില്ല, ഞാൻ ബാക്കിയും കൂടി പറയാം. ദേ, നേരെ ഇപ്പൊ സന്ധ്യാവാറായി, നമുക്കകത്തിരുന്ന് സംസാരിക്കാം, നീ വാ എന്ന് പറഞ്ഞ കാവ്യയുടെ കയ്യം പിടിച്ച് ഇവര് ശംഖുചക്രം തറവാട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ അഞ്ജലിയുടെ വീട്ടിലാണ്. ഇവരെല്ലാവരും ഇവരെ മൂന്ന് പേരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ശിവരാമനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയവർ വരുന്നതും കാത്ത് നീലിയും മധുവും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഓട്ടോറിക്ഷ വന്നു. കുഞ്ഞപ്പൻ, ആ മധു, നീലി, നിങ്ങൾ രണ്ടുപേരും ഒന്ന് കൈവച്ചേ, സാറിനെ നമുക്ക് അകത്ത് കയറ്റാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരും ചെന്ന് പിടിക്കാൻ നോക്കിയപ്പോ മാറങ്ങോട്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും ആക്രോശിച്ച് ഒരൊറ്റ പോക്കാണ് ശിവരാമൻ. എന്റെ ഹൈമാൻ സ്വാമി, ഇതെന്തു പറ്റി എന്നോർത്ത് കുഞ്ഞപ്പന്, ഇതെന്ത് പാട്, ഇതെന്താ വന്ദേ ഭാരത് എക്സ്പ്രസോ, എന്തു പോക്കായി പോയത് എന്ന് ചോദിച്ചോണ്ട്, അതെ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് 1-2 മണിക്കൂറായി. ആള് വഴി വെച്ച് വണ്ടി നിർത്തിയിട്ട് ഒരു ഒറ്റ നടന്നത്. പിന്നെ നേരെ ചെന്നത് ഒരു ഹോട്ടലിലേക്കാ കയറിയത്. എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. അപ്പൊ ഇന്ദ്രജിത് കേട്ടിട്ട്, അതെ, എനിക്ക് തോന്നി ശിവരാമേട്ടനെ ബാധിച്ചിരിക്കുന്നത് ഏതോ പട്ടിണി കിടന്ന് വിശന്ന് ചത്ത മനുഷ്യന്റെ പ്രേതാന്നാ തോന്നുന്നത്. അതാണ് ഈ ആർത്തി. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ ചിരിക്കുക. അതെ, ഇനിയിപ്പോ ആഹാരം കിട്ടിയില്ലെങ്കിൽ ഇന്ദിരാമ്മയെ പിടിച്ച് തിന്നുവോന്നാ എന്റെ പേടി എന്ന് മധു. അയ്യോ, മോൾ എന്നെ പരിഹസിച്ചതായിരിക്കും അല്ലേ? പരിഹാസം അത് വരവച്ചിരിക്കുന്നു, ഒന്ന് പോയി തരുവോ? ഇവിടുത്തെ ആട്ടക്കഥ ഇപ്പൊ അവസാനിച്ചു. ശരിയാ, അമ്മയുടെ കീചകവധം കഥകളിയായിരുന്നു എന്ന നീലി. വാടി, നമുക്ക് പോകാം, നിക്കടി അവിടെ. അപ്പം അന്തരെ കളിയാക്കിയിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ. അപ്പം അവിടെ ഇരുന്ന് ആര് ചിരിക്കുക, എന്താടി ഇത്ര ഇണിക്കാനിരിക്കുന്നത്? അയ്യോ, എനിക്ക് ചോറെടുക്കാൻ ആരുമില്ലേ? അങ്ങനെ പിന്നെ തുടങ്ങി മനുഷ്യന്റെ സമാധാനം കളയാൻ എന്ന് പറഞ്ഞ് ഇന്ദിര നേരെ അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ പാവം അഞ്ജലി ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് വരും കേട്ടോ. അതെ, അവരെത്തിയില്ലേ? അവരിപ്പോ എത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ എന്താ മോളെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അഞ്ജലിയുടെ മുഖം കണ്ടപ്പോ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഡോക്ടർ പറഞ്ഞ കഥ തന്നെയല്ലേ? സർജറി വേണ്ടി വരുമല്ലേ? എത്ര ലക്ഷം എന്ന് ചോദിച്ചു. 12 ലക്ഷം എന്ന് പറഞ്ഞു. എന്റെ ഈശ്വര, ഇത്രയും രൂപയോ, ഇത്രയും കാശ് നമ്മളിത് എവിടുന്ന് സംഘടിപ്പിക്കാനാ മോളെ? സാരമില്ല, ഇതിപ്പോ എടുപിടിയൊന്നും വേണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. നീ മോളിന്ന് സമാധാനിക്ക. ചേച്ചി, എനിക്കറിയാം, എത്രയൊക്കെ സാവകാശം കിട്ടിയാലും ആ 12 ലക്ഷം രൂപ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും ചേച്ചി? ഒരിക്കലുമില്ല. ആലോചിക്കുമ്പോ തന്നെ കണ്ണിൽ ഇരുട്ട് കയറുക. എല്ലാത്തിനും ഒരു വഴി കിട്ടും. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക എന്ന് പറയാണ്. ദേ, ചിലപ്പോ ചിലർക്ക് ജീവിതത്തിൽ വഴിമുട്ടുമ്പോ ചില മനുഷ്യര് ശരിക്കും അവതരിക്കും. ആ അവതാരം ദൈവത്തിന്റെ അവരായിരിക്കും നമ്മുടെ ജീവിതം തന്നെ വഴി മാറ്റി തരുന്നത്. പിന്നീട് ഒരിക്കലും അവരോട് ചിലപ്പോ നമ്മൾ നന്ദികേട് കാണിക്കരുത് എന്ന് മാത്രം, കേട്ടോ. അപ്പോഴാണ് ദേണ്ടു വരുന്നു നമ്മുടെ സേവിച്ചനും മോനായും കൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പൊ ഇവരങ്ങോട്ടേക്ക് വന്നു. ആഹാ, ഇതാരിത്? സേവിച്ചനോ? എന്താ ഈ വഴിക്കൊക്കെ? അപ്പൊ ഇന്ദിര ഇതെല്ലാം ഇവര് വരുമ്പോഴത്തെ വണ്ടി വരുന്ന ഒച്ച കേട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ജനലിന്റെ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ. എന്താ ഈ വഴിക്ക്? അതെന്താ മോളെ, നിന്നെ സേവിച്ചിന് കാണാനായിട്ട് വല്ല കാരണം വേണോ? അത് വേണ്ട, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു. സേവിച്ചിന് പല തവണ വിളിച്ചായിരുന്നല്ലോ, എന്താ എടുക്കാഞ്ഞത്? അത് പിന്നെ മധുവും കുഞ്ഞപ്പനും ഒക്കെ അച്ഛന്റെ കാര്യം സേവിച്ചനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ദേ, ഇപ്പൊ അല്പം കൂടുതൽ പ്രശ്നങ്ങൾ. ഞാൻ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു, അതായിരുന്നു ഫോൺ എടുക്കാഞ്ഞത്. കൊച്ചിനറിയാലോ, എല്ലാത്തിനും അതിൻ്റെതായ സമയത്ത് പരിഹാരം ഉണ്ടാവുന്ന. അതിനൊരു സൂത്രം തരാം എന്ന് പറഞ്ഞു. അപ്പൊ സേവിച്ചൻ അതുകൊണ്ട് ആ ഹാർഡ് ഡിസ്ക് എടുത്ത് നേരെ അഞ്ജലിയുടെ കയ്യിലേക്ക് കൊടുക്കാണ് കേട്ടോ. ദേ, അതിക്ക് താടാ മോനായി എന്ന് പറഞ്ഞു. അപ്പൊ മോനായി അതങ്ങ് കൊടുത്തു. അപ്പൊ ഇത് കണ്ട അഞ്ജലി ആകെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് എന്ന് ചോദിച്ചു. ഇതില്ല, അത് തന്നെ, നമ്മള് ആ കുറുപ്പിന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി ആ CCTV ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു.
ഇതാ ഇത് കയ്യോടെ പിടിച്ചോ, എന്നിട്ട് എന്താ അടുത്ത പണിന്ന് വെച്ചാ അതങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞു. ഹാ എന്ത് സന്തോഷമെന്ന് പറയണ്ട അഞ്ജലിക്ക്. അഞ്ജലി ഹാപ്പി ആയിട്ട് അതങ്ങ് മേടിക്കുക. അല്ല സേവിച്ച ഇതെങ്ങനെ എന്ന് ചോദിച്ചോ. അതെ, തനിക്ക് ഈ ഹാർഡ് ഡിസ്കില് ഒരാശങ്കയും വേണ്ട എന്ന് പറഞ്ഞു. ഇതല്ല അത് തന്നെ 916 തൊണ്ടി മുതൽ തന്നെ. അതെ, പക്ഷെ ഇതെങ്ങനെ സേവിച്ചെന്റെ കയ്യില് അത് കിട്ടിയെന്നായിരിക്കും അല്ലേ? അതല്ലേ ദൈവത്തിന്റെ ഒരു ബഹുരസ കളി. അപ്പോഴേ ദേണ്ടേ ഞാൻ പറയട്ടെ ഒരു കാര്യം എന്ന് പറഞ്ഞു. മറ്റൊന്നുമല്ല എന്റെ കൊച്ചെ, കുറുപ്പിന്റെ തന്നെ ശില്പന്തിയായിട്ടുള്ള ഒരു വക്കീല് എന്റെ കട അന്വേഷിച്ചു പിടിച്ച് എന്നെ കയ്യിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതായത് എന്ന് പറഞ്ഞു. അപ്പൊ ഏതാ വക്കീലടാ? എന്താടാ അയാളുടെ പേര്? ഹരീന്ദ്രൻ വക്കീല്, അഡ്വക്കേറ്റ് ഹരീന്ദ്രൻ. അത് തന്നെ, അയാള് തന്നെയാ കൊണ്ടുവന്നത്. സേവിച്ചനോടാ ഹരീന്ദ്രൻ വക്കീലിന്റെ കളി. അയാള് ആ ഹാർഡ് ഡിസ്ക് കൊണ്ടുവന്നപ്പോ തന്നെ കൈ കിട്ടിയപ്പോ തന്നെ ആശ കട അടച്ച് ഷട്ടർ ഇട്ടോ. ഒറിജിനൽ ഹാർഡ് ഡിസ്കിലുള്ള കണ്ടന്റ് എല്ലാം സെയിം മോഡലിലുള്ള ഹാർഡ് ഡിസ്കിലേക്ക് മൊത്തം കോപ്പി ചെയ്തെടുത്തു. എന്നിട്ട് ആശാൻ അയാൾക്ക് കൊടുത്തു വിട്ടത് ആ ഡ്യൂപ്ലിക്കേറ്റ് ഹാർഡ് ഡിസ്കാ. അത് അയാളോട്ട് തിരിച്ചറിഞ്ഞതുമില്ല, ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞു. അപ്പൊ അഞ്ജലി ഭയങ്കര ഹാപ്പിയാ. ആശാൻ ആരാ മോൻ എന്നറിയോ? ഒന്ന് പോടാ അവിടുന്ന്. ഈശ്വര, ഇതൊക്കെ നേരിട്ടാണോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല സേവിച്ച എന്ന് പറഞ്ഞു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നടന്നത് സത്യമാ, പകല് പോലെ സത്യം. മോക്ക് വിശ്വസിക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ മോളോട്. സീരിയസ് ആയ കാര്യമാ, സേവിച്ചന്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. അഞ്ജലി, ഞാൻ പറയുന്നത് നന്നായി ഒന്ന് ആലോചിക്കണം. എന്താ സേവിച്ച? ദേ ഈ കയ്യിലിരിക്കുന്നതേ ഒരായുധമാ, മനസ്സിലായോ? 1000 ഒന്നാം തരം വജ്രായുധം. പലരുടെയും അല്ലെങ്കിൽ അവരുടെ തലയെടുക്കാനുള്ള മൂർച്ച അതിനകത്തെ ദൃശ്യങ്ങൾക്കുണ്ട് എന്നുള്ളതാ സത്യം. പക്ഷേ അല്ല, വിലപേശി കോടികൾ ഉണ്ടാക്കാം, അതാ ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? നീ നീതിയും നിയമവും വിട്ട് ഇന്നലെ വരെ ചിന്തിക്കാ പോലും ചെയ്തിട്ടില്ല എന്നും എനിക്കറിയാം. പക്ഷെ ഇപ്പോ ജീവിതാവസ്ഥ മോക്കതല്ല. ഒരുപാടുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു നുള്ളു കട്ടെടുക്കുന്നതിൽ ഒരധർമ്മമൊന്നുമില്ല എന്ന സേവിച്ചന്റെ ഒരു തോന്നൽ, മനസ്സിലായോ? അതുകൊണ്ട് അടുത്തെന്താ ചെയ്യേണ്ടതെന്ന് മോള് നന്നായി ഒന്ന് ആലോചിച്ചു നോക്ക്. പോകാടാ മോനെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരൂടെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഈ ഹാർഡ് ഡിസ്ക് കിട്ടിയ സന്തോഷത്തിൽ അഞ്ജലി അകത്തേക്ക് പോവാൻ തുടങ്ങിയപ്പോ മോളെ എന്ന് വിളിച്ചു. എടി അഞ്ജലി ഒന്ന് നിൽക്ക് എന്ന് പറഞ്ഞു. എന്താ എന്താ ചേച്ചി? അല്ല, സേവിച്ചൻ പറഞ്ഞതുപോലെ ഇത് കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് നിനക്ക് ആവശ്യമുള്ള കാശ് അത് വാങ്ങിച്ചെടുത്തൂടെ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? പത്മ പോയി, ഇനി നീ ഇത് ആർക്ക് വേണ്ടിയിട്ടാ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്? പറ മോളെ, എന്ത് നേടാൻ വേണ്ടിയിട്ടാ എന്ന് ചോദിച്ചു. ആർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ എന്ന് ചോദിക്കുകയാണ്. ദേ, വെള്ളത്തിൽ വരച്ച വര പോലെ വര ഒരിക്കലും തെളിയില്ല, അറിയാം. പക്ഷേ സുഖമില്ലാതൊരു മനുഷ്യൻ അകത്തിരിപ്പുണ്ട് ചേച്ചി. ശിവരാമകൃഷ്ണൻ എന്ന പേര്. ആ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ശിവരാമകൃഷ്ണന്റെ മകളാ ഈ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എന്റെ മനസാക്ഷി വിറ്റ് ഞാൻ ഒരിക്കലും കാശാക്കാൻ ശ്രമിക്കില്ല ചേച്ചി. അതിനി എന്തൊക്കെയാണെങ്കിലും ശരി, എന്റെ ഈ പോരാട്ടം പത്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല. പിന്നെ അതും ഞാൻ ജയിച്ചാൽ അവളെ പോലെ നിരാലംബരായ ഒരുപാട് സാധു പെൺകുട്ടികളുണ്ട് നമ്മുടെ ഈ നാട്ടില്. അതുകൊണ്ട് അല്ലെങ്കിൽ അവരെ പലരെയും നമ്മൾ അറിയാത്തത് തന്നെയാണ്. അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഈ പോരാട്ടം അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ തുടരുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു. ഇതേ ഈ ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലോ, ഈ ഹാർഡ് ഡിസ്ക് വെച്ച് ഞാൻ ഈ കേസ് വാദിക്കും. പത്മ അതിപ്പോ ഉണ്ട് എങ്കിലും ഇല്ലെങ്കിലും പത്മയ്ക്ക് നീതി വാങ്ങി കൊടുക്കുകയും ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അത് അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആര്യക്ക് ചെറിയൊരു സന്തോഷം കേട്ടോ. അവൾ എന്തൊരു അഭിമാനിയാണ് എന്ന് ഓർത്തപ്പോ ആര്യക്കൊരു സന്തോഷമാണ് തോന്നിയത്. പിന്നെ കാണുന്നത് നമ്മുടെ ശംഖുചക്രം തറവാട്ടിലാണ്. അവിടേക്ക് വരുന്നത് മറ്റാരുമല്ല, കാർത്തിക്കാണ്. അതായത് കാർത്തിക്കിന്റെ കാമുകി എന്ന് പറയുന്നത് നീരജയാണ് കേട്ടോ. അപ്പൊ അന്ന് ഇവിടെ കാണാൻ വന്നത്, നീരജയെ കാണാൻ വന്നത് ഇവൻ തന്നെയായിരുന്നു ഈ കാർത്തിക്. അപ്പൊ കാർത്തിക് അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് നീരജയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഹലോ, നീ എവിടെയാ കാർത്തി എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോ ഞാൻ നിന്റെ വീടിന് പുറത്ത് നിൽപ്പുണ്ട്, നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇറങ്ങാൻ പറ്റില്ല, അതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല, നിന്നെ കണ്ടേ പറ്റുള്ളൂ, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ പെട്ടെന്നാട്ടെ.
ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ എന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഇവിടെ ഇറങ്ങി വരുമ്പോൾ കാവ്യ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ ഇവള് ഞെട്ടിപ്പോയി. നമ്മുടെ അനുപമ അത് ജ്യൂസൊക്കെ ഉണ്ടാക്കി കാവ്യക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതാ മോളെ നീ കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ വേഗം തന്നെ കാർത്തിയോട് ഇവളപ്പുറത്തേക്ക് മാറി നിന്നിട്ട് ഫോൺ വിളിച്ചിങ്ങനെ പറയാണ് കേട്ടോ. ഷോ എനിക്കിപ്പോൾ ഇറങ്ങി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അതെ ഒരു പ്രശ്നമുണ്ട്, ഇവിടുത്തെ താഴെ ഏട്ടത്തിയുണ്ട്, പോരാത്തിന് കാവ്യേച്ചി. കാവ്യോ? ശേ അവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നിരിക്കും ചോദിച്ചു. അപ്പോഴാണ് വണ്ടി കിടക്കുന്നതും കൂടെ കണ്ടത്. ഓ ആകെ പെട്ടു. ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെങ്കിലും ചിന്തിച്ചോ എന്നിങ്ങനെ കാവ്യയോട് ചോദിക്കുകയാണ്. കാവ്യക്ക് അറിയോ തൻ്റെ കാര്യം ഞാൻ എന്താണ് ഈ പേഴ്സണലായിട്ട് തന്നെ എടുക്കുന്നതെന്ന്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട്? അടിസ്ഥാനപരമായി നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. കാരണം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന പുരുഷന്റെ സ്നേഹം തിരിച്ചു കിട്ടാതെ അവഗണിക്കപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ. അതെ അതാണ് സത്യവും. അതുകൊണ്ട് മറ്റാരെക്കാളും നന്നായി എനിക്ക് നിന്റെ ഫീലിങ്സ് നന്നായി ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷെ അഞ്ജലിയും തമ്മിലുള്ള ബന്ധം ഡീപ്പ് റൂട്ടഡാണെന്നാ തോന്നുന്നത്. അവര് പിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എത്ര ഡീപ്പ് റൂട്ടഡ് ആണെങ്കിലും അത് അല്ലെങ്കിൽ അത് തകർക്കാൻ ഒരു കച്ചിത്തുരുമ്പ് നമുക്ക് കിട്ടും. അതുവരെ പക്ഷെ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. എടുത്തു ചാടി തൽക്കാലം ഒന്നും ചെയ്യരുത്. പക്ഷെ ചേച്ചി ഒരു പക്ഷയും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് എന്നെ വിശ്വസിക്കാം. കാരണം അർജുൻ അഞ്ജലിയെ കെട്ടരുതെന്നത് നിന്നേക്കാൾ എൻ്റെ വാശിയും എൻ്റെ ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ അതിനായി എനിക്ക് മുന്നിലുള്ള ഏക പോംവഴിയാ അർജുൻ കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഏതൊരറ്റം വരെയും പോകും, ഒരു സംശയം വേണ്ട, എന്തും ചെയ്യും എന്ന് പറഞ്ഞ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നീ ഒറ്റയ്ക്കല്ല, ഈ അനുപമയും കൂടെ ഉണ്ടാവും എന്ന് വേണം കരുതാൻ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ദേ തൽക്കാലം നീ വീട്ടിലേക്ക് ചെല്ല്, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരി ചേച്ചി എന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇവളെ യാത്രയാക്കാണ് കേട്ടോ. അപ്പൊ ഈ തക്കം നോക്കി നിൽക്കാണ് നമ്മുടെ നീരജ കാർത്തികിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. അപ്പൊ നോക്കി അവൾ ഇറങ്ങിപ്പോയി എന്ന് ഉറപ്പാക്കി. അപ്പൊ കാവ്യ അങ്ങോട്ടേക്ക് വരുന്ന കണ്ടിട്ട് വേഗം തന്നെ ഒളിച്ചു പാത്തിങ്ങനെ നിൽക്കാണ് ഈ പറഞ്ഞ കാർത്തിക്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ വമ്പൻ ടെസ്റ്റുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗൈൻ.